അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ വീണ്ടും ഒന്നും കൂടെ വന്നു കേട്ടോ. എന്താ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ? യാത്രാ ബോട്ടുകൾ. നല്ല അടിപൊളി ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ? ലക്ഷറി ബോട്ടാണേ. മറൈൻ ഡ്രൈവിൽ കൂടെ ഒരു ഉച്ച നടത്തം. കായലിൻ്റെ ഭംഗി കാണാം. ഇന്നേതായാലും നല്ലപോലെ ആളുണ്ട് കേട്ടോ. ഉച്ചയാണേലും നല്ല മനോഹരമായൊരു കെട്ടുവള്ളം ഇവിടെ കിടപ്പുണ്ടേ. അതൊന്ന് കണ്ടാക്കാം നമുക്ക്. തടിയൊക്കെ ഇളകി പോകും തോന്നുന്നു ചവിട്ടിയാൽ. കെട്ടുവള്ളം അല്ല കാണാൻ വേണ്ടി. ആ ബോട്ടിലൊക്കെ ആൾ കയറി ഇരിക്കുകയാണേ യാത്ര പോകാൻ വേണ്ടി. ഇവിടെ കുറച്ച് ബോട്ട് കിടക്കണം, നമുക്കൊന്ന് കണ്ടുവരാവേ. അതെല്ലാം ഹൗസ് ബോട്ടുകളാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഇതല്ല. ഇതും ബോട്ടിലുള്ളൊരു തട്ടുകട. മറൈൻ ഡ്രൈവിലാണ് കൂട്ടുകാരെ. വീണ്ടും ഒന്നുകൂടെ വന്നായിരുന്നേ. നമുക്ക് ഈ മഴവിൽപ്പാലം ഇതിൻ്റെ മുകളിൽ കയറി ഒന്ന് കണ്ടേക്കാവേ. ഇവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടോ? പുതിയ പാട്ടാ, കോപ്പറേറ്റ് കിട്ടുമോ? ഇതാണ് മറൈൻ ഡ്രൈവിലെ മഴവിൽപ്പാലം. ഇവിടെ ഒന്ന് ഫുൾ കാഴ്ച കാണാം കേട്ടോ. കായലിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. പാലം കടന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നേ. ഇവിടെ ഈ വാഗമരങ്ങളാണ് കൂടുതലും. പിന്നെ കായലിൻ്റെ കാഴ്ചകൾ, ബോട്ട്. ഇവിടെ എല്ലാം പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ വന്ന ആൾക്കാരുടെ, ഈ ഭാഗത്തൊക്കെ ജോലിക്ക് വന്ന ആൾക്കാരുടെ ഒക്കെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് മുഴുവൻ. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്.
നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്ന് നോക്കാവേ. കായലിൻ്റെ കാഴ്ചകൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ കാണാൻ തോന്നും. ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ അടുപ്പിച്ചിരുന്നൊരു ജെട്ടിയാണ് ഇതേ, ബോട്ട് ജെട്ടി. വല്ലാർപാടമൊക്കെ നമുക്ക് അപ്പുറത്ത് കാണാവുന്നതാണേ. ബോട്ട് സർവീസൊക്കെ കാണാം കായലിൽ കൂടെ. അവിടെ ചരക്ക് കപ്പലൊക്കെ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാവേ. എത്രത്തോളം ഭംഗിയായിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് കാണാം ഇവിടുന്ന്. അപ്പുറത്തോട്ടും ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ മറൈൻ ഡ്രൈവിലെ ഉയർന്ന ഒരുപാട് പഴക്കമുള്ള എറണാകുളത്തെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള കെട്ടിടങ്ങളായി കാണുന്നത് കേട്ടോ.